21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസിൽ നിരന്തരമായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ പരിഹാര മാർഗങ്ങൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ അറിയിച്ചു. അപകടങ്ങൾ പതിവാകുന്ന കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസിൽ പ്രശ്നപരിഹാരത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത പരിശോധന നടന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, PWD ഉദ്യോഗസ്ഥർ, റാഫ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പുത്തൂർ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികൾ എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. വാഹനാപകട നിവാരണത്തിനായി പുത്തൂർ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ ഉൾപ്പെടെ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളുടെയും ജനങ്ങളുടെ ആശങ്കയും കണക്കിലെടുത്ത് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ ഭാഗമായാണ് സംയുക്ത പരിശോധന നടന്നത്. പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 5 ബുധനാഴ്ച ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ വച്ച് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മീറ്റിംഗ് ചേരാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു. ഈ പുത്തൂർ വാഹനാപകടത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ പുത്തൂർ പ്രദേശത്ത് ഈ ഒരു അപകടം നടക്കുന്ന മേഖലയിൽ MVDയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും കൂടെ മീറ്റിംഗ് നടത്തി. അതിൻ്റെ സ്ഥലങ്ങൾ പരിശോധിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റവും അടിയന്തരമായിട്ട് തന്നെ നാളെ തന്നെ മറ്റേ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുന്നതാണ്. പുത്തൂർ ബൈപ്പാസിലെ വലിയ ഇറക്കമാണ് നിരന്തരമായ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇറക്കത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടം പതിവാകാൻ കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അന്യസംസ്ഥാന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. എന്നാൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നീങ്ങുമോ, പണി ഉടൻ തുടങ്ങുമോ എന്നതിന് ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ കൃത്യമായ ഉത്തരമില്ല.